ഞാനപ്പോൾ തുടരും ചെയ്യുന്നത് തന്നെ ലാലേട്ടനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോൾ സംസാരിക്കാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് ഡെസ്പ് അടിച്ചാണ് തിരിച്ചു പോകുന്നത്. ഉണ്ട്, പക്ഷെ എന്നിട്ടും അത് ആ കറക്റ്റ് ആക്ഷന്റെയും കട്ടിന്റെ ഇടയിൽ മാത്രമേ ഉള്ളൂ. അല്ലാത്ത സമയത്ത് വേറൊരു ഇപ്പോൾ ഹൃദയപൂർവ്വത്തിലെ ലാലേട്ടനായിരുന്നില്ല ഞാനുള്ള ദിവസത്തിൽ തുടരുമില്ല ലാലേട്ടൻ. പിന്നെ ഈ പറഞ്ഞ പോലെ ഞങ്ങളും ഒരു ദിവസമാണ് കോമ്പിനേഷൻ സീനുള്ളത്. ഞങ്ങൾ തമ്മിൽ ഒരു ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നുള്ള എൻ്റെ ഓർമ്മ, 1-2. അപ്പോൾ ലാലേട്ടൻ്റെതായിട്ടുള്ള സ്പേസിലാണ്. അപ്പോൾ എനിക്ക് മര്യാദക്ക് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു ഇതാണെന്ന് അവർ പറഞ്ഞു. പ്രേമിലും ഇറങ്ങിയിട്ടുണ്ട്, അപ്പോൾ പ്രേമിൽ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഹൃദയപൂർവ്വത്തിലേക്ക് എത്തുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ രാവിലെ തുടങ്ങി രാത്രി വരെ ഷൂട്ട് കഴിയുന്ന ആ മൊമെൻറ്റ് പാക്കപ്പ് വിളിക്കുന്നത് വരെ ലാലേട്ടൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ആളങ്ങനെ ക്യാരവനിൽ പോക്കൊന്നുമില്ല. ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടുമ്പോൾ ഫുൾ ടൈം സെറ്റിൽ തന്നെ ഉണ്ടാവും. ഫുഡ് കഴിക്കാൻ ഉള്ള പോക്ക് മാത്രമേ ഉള്ളൂ. അപ്പം അവിടെ നിന്നുണ്ടായൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ഞാൻ അതിലാണ് ഏറ്റവും കൂടുതൽ ബ്ലെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ഞാനതാണ് ഈ ഓരോ ഇൻ്റർവ്യൂ പോയിട്ട് ഇതിന് എക്സൈറ്റ്മെൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം അത് എനിക്ക് കിട്ടുമെന്ന് പോലും അറിയില്ല. അതാണ് ഇപ്പോഴും ലാലേട്ടൻ എന്താ പറയുക, ഞാൻ ഓർക്കണേനേക്കാളും കൂടുതൽ നമ്മൾ ഓർക്കണ്ടാവും എന്ന് പറയുന്ന പോലെയാണ്. അദ്ദേഹത്തിന് ഭയങ്കര കാര്യമായിരിക്കും. പക്ഷെ നമ്മൾ നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോയി. എനിക്ക് പാക്കപ്പ് കഴിയുമ്പോൾ അറിയാം, ബാക്കി ഞങ്ങൾ സിനിമയൊക്കെ കഴിയുമ്പോൾ ഞാൻ ആലോചിക്കണ്ടോ ഇവർ ഇനിയും വിളിക്കാം, കോണ്ടാക്റ്റിലിരിക്കാം, ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാം. പക്ഷെ ഇതെനിക്ക് പോകുമ്പോഴേ അറിയാവൂ ഇതൊരു ഫെയറി ടെയിലായിരുന്നു.